നമസ്കാരം, അമൃതാണ്. മീയുടെ ഫാൻസ് എന്നല്ല, മീയുടെ ബാൻഡ് യൂസ് ചെയ്യുന്ന ഫാൻസിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയെന്ന് സർക്കാസ്റ്റിക്കായിട്ട് പറയാൻ കാരണം, ഞാൻ മീയുടെ ബാൻഡ് എന്ന് പറഞ്ഞോട്ടെ, മീയുടെ 3 എന്ന് പറയുന്ന സീരീസ് മുതൽ 4 യൂസ് ചെയ്തു. 3 ഏതാണ്ടൊരു 2-3 ഇയേഴ്സ് യൂസ് ചെയ്തു. 3 ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 4 അപ്ഗ്രേഡ് ചെയ്തു. 4 അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നതാണ്, കാരണം 3യുടെ ലൈഫ് അങ്ങനെ നശിച്ചു. അങ്ങനെ 3 നശിച്ചു പോയപ്പോൾ റഫ് യൂസ് ആയിരുന്നു. അങ്ങനെ നശിച്ചു പോയപ്പോഴത്തേക്ക് 4 അപ്ഗ്രേഡ് ചെയ്തു. എന്നിട്ട് 4 5 അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നില്ല. 4 ഏതാണ്ട് ഒരു 2-3 വർഷം, 2-3 അല്ല, ഒരു 4 വർഷത്തോളം നന്നായിട്ട് യൂസ് ചെയ്തു. പക്ഷേ അവിടെയും ഈ സ്ട്രാപ്പ് ഒരു 4-5 തവണയെങ്കിലും ഞാൻ പുതിയത് മാറിയിട്ടുണ്ട്. പിന്നെ പുതിയൊരു ബാൻഡ് തന്നെ വാങ്ങേണ്ട പൈസ ഈ ഒരു സ്ട്രാപ്പിന് വേണ്ടി ചിലവാക്കി എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഞാൻ ഇതിനൊരു ആൾട്രേഷൻ ചെയ്ത്, അതായത് പൊട്ടിയ ബാൻഡുകളെയൊക്കെ ആൾട്രേഷൻ ചെയ്ത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ എന്തായാലും 6 വന്നപ്പോഴത്തേക്ക് 6 അപ്ഗ്രേഡ് ചെയ്തു. വളരെ നല്ല പ്രോഡക്റ്റ് ആണ്. എസ്പെഷ്യലി അവരുടെ ഡിസൈനിങ്ങിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. പഴയതുപോലെ സ്ട്രാപ്പ് ഒന്ന് അഴിച്ചെടുത്ത് ചാർജ് ചെയ്യേണ്ട എന്നുള്ള അഡ്വാൻറ്റേജ് ഒക്കെ കൊണ്ട് തന്നെ സ്ട്രാപ്പ് ഇപ്പോൾ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാപ്പാണ്. ഇതും ശരിക്കും മീ ബാൻഡ് 4 സ്ട്രാപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് പ്രൊജക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അഡ്വൈസബിൾ ആയിട്ടുള്ള സ്ട്രാപ്പ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വന്നിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആണ്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ എങ്കിലും പെട്ടെന്ന് സ്ക്രാച്ച് ആയിപ്പോകും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഫിസിക്കൽ ഡാമേജ് കൊണ്ടുള്ള സ്ക്രാച്ച് അല്ല, മറിച്ച് ഇതെൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ സ്ട്രാപ്പ് പൊട്ടി, ഞാൻ റൈഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ ഈ ലൂപ്പ് പൊട്ടിയിട്ട് തറയിൽ വീണ് സ്ക്രാച്ച് ആയതാണ്. അങ്ങനെ ഞാൻ ഈ സ്ട്രാപ്പ് ഒന്ന് വാങ്ങാനായിട്ട് മീയുടെ സ്റ്റോറിൽ ചെന്നപ്പോഴത്തേക്ക് അവരെടുത്ത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ സംഭവിച്ചതാണ്, അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബില്ല് സഹിതം ഞാൻ ലൂസ് ചെയ്ത് പോയതാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ അവരുടെ റെക്കോർഡ്സിൽ നിന്ന്, സെയിം ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവരുടെ റെക്കോർഡ്സിൽ നിന്ന് ബില്ലൊക്കെ കളക്ട് ചെയ്തെടുത്തിട്ട് നേരെ സർവീസ് സെൻറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു എടുത്ത് നോക്കിയ ഉടനെ പറഞ്ഞത് ഫിസിക്കൽ ഡാമേജ് ആണ്, ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതെ, ഇത് ഫിസിക്കൽ ഡാമേജ് തന്നെയാണ്. പക്ഷേങ്കിൽ ഞാൻ മനഃപൂർവ്വം ഫിസിക്കലി കൊണ്ടിട്ട് ഉരച്ച് ഡാമേജ് വരുത്തിയതല്ല. 1 ഇയർ പോലും ആയില്ല ഇവരുടെ ഈ സ്ട്രാപ്പ് പൊട്ടിയിട്ട്, ഇതിൻ്റെ ഈ ലൂപ്പ് പൊട്ടി തറയിൽ വീണ് വന്ന സ്ക്രാച്ചാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഫീഡ്ബാക്കും വെച്ചുകൊണ്ട് കസ്റ്റമർ കെയറിലൊരു പരാതി മെയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അവൈറ്റിംഗ് ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവരെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണോ എന്ന് അറിയത്തില്ല, ഇതുപോലെ ബാൻഡ് പൊട്ടിപ്പോണത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. പാക്കിംഗ് ഒക്കെ ഭയങ്കര ഗംഭീരമാണ്. ഇപ്പോൾ ഏതായാലും 400 രൂപയായിട്ടുണ്ട് ഇതിൻ്റെ ബാൻഡിന്. നേരത്തെയൊക്കെ ഏതാണ്ട് ഒരു 299, 300 അറൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വന്നിട്ട് 400 ആക്കി പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 699 ആണ് ഇതിനകത്ത് പ്രൈസ് അടിച്ചിരിക്കുന്നത്. 699 ഇത് ആരെങ്കിലും വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇവരുടെ ഒരു പുതിയ ഇന്നോവേഷൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ വൺസ് ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ഊരേണ്ടി വരുന്നില്ല. കാരണം ഇതിൽ മാഗ്നറ്റിക് ചാർജർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിൽ അതിൻ്റെ പ്രൊവിഷൻ വരുന്നത് കൊണ്ടും ഇത് പിന്നെ കൂടെ ഊരേണ്ടി വരുന്നില്ല. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ എങ്കിലും കുറച്ചും കൂടെ ഇതിൻ്റെയൊക്കെ സ്ട്രെങ്ത് ഇവർ ഇമ്പ്രൂവ് ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി. പിന്നെ ഇതൊക്കെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിരിക്കാം. കാരണം നമ്മൾ ഈ വണ്ടിയിലൊക്കെ ടയർ മാറുന്നത് പോലെ ഇത് കൃത്യമായിട്ട് ഒരു പീരീഡ് കഴിയുമ്പോൾ മാറണം എന്നുള്ളതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മീ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ റെഡ്മിയുടെ ഫോൺസും പൊതുവേ നല്ല, അവരുടെ ഒരു സ്പെസിഫിക്കേഷനൊക്കെ കുറച്ച് ബെറ്ററാണ്. എപ്പോഴും നമ്മൾ ഈ സ്മാർട്ട് ഫോണിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കമ്പ്യൂട്ടർ ഷോപ്പിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ വർക്ക്, അതിനനുസരിച്ചുള്ളൊരു സ്പെസിഫിക്കേഷൻ അവർ നമ്മുടെ അടുത്ത് ഗൈഡ് ചെയ്ത് തരും. അപ്പോൾ ആ സെയിം ഫിനോമിനൻ തന്നെയാണ് നമുക്ക് സ്മാർട്ട് ഫോണിൽ. നമ്മുടെ പർപ്പസ് എന്താണ്? ഇപ്പോൾ ഞാൻ ഈ ഒരു കോൺഫിഗറേഷനിലോട്ട് പോയത്, ഞാനൊരു 12 ബഡ്ജറ്റാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു 12 ബഡ്ജറ്റിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു 11 12 പറഞ്ഞിട്ടൊരു, കൃത്യമായിട്ട് ആ പേര് ഓർക്കുന്നില്ല, ഒരു പുതിയ സീരീസ് ഓഫ് സ്മാർട്ട് ഫോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറൊക്കെയാണ്. പക്ഷേ ഇതിൽ മൈക്രോടെക്കിൻ്റെ പ്രൊസസ്സറാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ക്യാമറയുടെ ചില സ്പെസിഫിക്കേഷനൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് 1080p 60 ഫ്രെയിംസിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ 4K റെക്കോർഡിംഗ് ഉണ്ട്, പക്ഷേ അതിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ, ഈ ഒരു 1080 60 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ള ഒരൊറ്റ കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. കാരണം ഇതിനേക്കാളും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന സ്മാർട്ട് ഫോൺസിലൊന്നും ആ ഒരു കേപ്പബിലിറ്റി ഇല്ല. പക്ഷേ ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന 7 ഇതിനേക്കാളും ഫാർ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൽ സോണിയുടെ IMX പ്രൊസസ്സറെ കണ്ട് ഈ വീഡിയോ ക്യാപ്ചറിങ്ങിന്, അല്ലെങ്കിൽ ക്യാമറയുടെ ഏരിയയിൽ സോണിയുടെ എന്തോ ഒരു പ്രൊസസ്സർ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു, ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ആ സെയിം തന്നെ ഒന്നും കൂടെ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു. ആ ഫോൺ ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ വൈഫ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ജെന്യൂൻ റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.